എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൊണാലിസ കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൊണാലിസയെക്കുറിച്ച് കൂടുതലൊന്നും നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം നിങ്ങൾക്കറിയാം. ഇൻഡോർ സ്വദേശിയായ മൊണാലിസയുടെ യഥാർത്ഥ പേര് ബോണി ബോസ്ലെ എന്നാണ്. അങ്ങനെ ബോണി ബോസ്ലെ ആയ ചാരക്കണ്ണുള്ള നാച്ചുറൽ ബ്യൂട്ടി, നമ്മുടെ നാട്ടിലെല്ലാ ആൾക്കാരും മേക്കപ്പൊക്കെ ചെയ്ത് ഭയങ്കര സംഭവമായിട്ട് എന്താ പറയുക, ഒരുങ്ങി കെട്ടിയൊക്കെയാണ് പറയുന്നത്. എന്നാൽ മൊണാലിസ അങ്ങനെയല്ല. അവർ സുന്ദരിയായത് അവരുടെ നാച്ചുറലായിട്ടുള്ള ഇതുകൊണ്ടാണ് കേട്ടോ. ചാരക്കണ്ണ്, നല്ല നിഷ്കളങ്കമായ ചിരി, നല്ല സൗന്ദര്യം, അതൊക്കെ അവർ നാച്ചുറലായിട്ടുള്ളതാണ്. അങ്ങനെ ഫേമസ് ആയ വ്യക്തിയാണ് മൊണാലിസ. മഹാകുംഭമേളയിൽ മാല വിൽക്കാനായിട്ട് മാതാപിതാക്കളുടെ ഒപ്പം എത്തിയതായിരുന്നു മൊണാലിസ. അങ്ങനെ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു സുന്ദരിയായ പെൺകുട്ടി. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുത്തു, പിന്നെ ഫോട്ടോ വൈറലായി, പിന്നെ അവർ ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ മൊണാലിസയ്ക്ക് അവിടെ ഭയങ്കര കയ്യടിയും ഭയങ്കര സ്വീകാര്യത ലഭിച്ചു. എന്നാൽ മൊണാലിസ ഇത്രയൊക്കെ ആയപ്പോഴേക്കും മൊണാലിസ ഇവരോട് പറയാൻ തുടങ്ങി, എന്നെ ഒന്ന് വെറുതെ വിടുക, എന്നെ ജീവിക്കാൻ അനുവദിക്കുമെന്ന്. കാരണം അത്രയ്ക്ക് ആൾക്കാർ വന്നു മൊണാലിസേനെ കാണാൻ. എന്നാൽ കുപ്പയെ കിടന്ന മാണിക്യം ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബോച്ചയാണ് ഈ മൊണാലിസയെ കേരളത്തിലെത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വാലന്റൈൻസ് ഡേയിൽ, പ്രണയദിനത്തിൽ മനോഹരിയായ നാച്ചുറൽ ബ്യൂട്ടിയായ സുന്ദരിയായ ചാരക്കണ്ണുള്ള നിഷ്കളങ്കമായി ചിരിക്കാൻ അറിയാവുന്ന മൊണാലിസ എത്തിയിരിക്കുകയാണ് ബോച്ചയുടെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹണി റോസിനും ആനയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയായിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കുട്ടി ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. അന്ന് മാല വിറ്റുകൊണ്ടിരുന്ന അതേ തരം മാലയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നി. ആ കുട്ടി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാവേ. आज मोनालिसा जी देखिए पहली बार मेरे साथ हवाई यात्रा कर रही हैं। इंदौर से केरला के लिए एक इवेंट में जा रहे हैं हम लोग। और क्या बताएगा था आपको हवाई जहाज में बैठने के लिए पहले? ऐसे बोल रहे थे कोई हमारी समाज में कि अब बैठोगे तो खून चेक करेंगे। खून चेक करेंगे? हाँ। क्यों? तो मैं बहुत ज्यादा डर गई थी। तो अभी भी डर लग रहा है क्या? अभी तो नहीं लगा, अब नहीं है? लेकिन चलेगा तो शायद डर लगेगा मुझे बहुत। क्या कहना चाह रहे हो जो ऑडियंस आपको देख रहा है? उनको मेरी तरफ से बहुत बहुत धन्यवाद। किस लिए धन्यवाद? किस लिए धन्यवाद? मुझे जो पसंद करेक्ट, थैंक यू. അങ്ങനെ ആ പെൺകുട്ടി ഇന്നലെ അവിടുന്ന് തിരിച്ചു. അതായത് ഇൻഡോറിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ഇവൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഒരു ഇവൻറ്റിന് വേണ്ടി വരുവാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം മൊണാലിസ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ആ കൂടെ ഇരുന്ന ആൾ ചോദിക്കുക, എന്തിനാ നീ താങ്ക്സ് പറഞ്ഞത് നിനക്കറിയാമെന്ന്. അപ്പോൾ പറയുകയാണ്, എല്ലാവരും എന്നെ വീഡിയോ കണ്ടു, എന്നെ സപ്പോർട്ട് ചെയ്തു, അതിന് ഒരുപാട് നന്ദി എന്ന് പറയുകയാണ്. ഭയങ്കര സന്തോഷം തോന്നിട്ടോ ആ കൊച്ചിനെ മുഖം. അതിൻ്റെ പല്ലൊക്കെയാണെങ്കിൽ ഇച്ചിരി ഒരു ഇതായിട്ടായിരിക്കണം, എന്നാൽ പോലും ഭയങ്കര നാച്ചുറലായിട്ട് അതിനും ഒരു ഭംഗി തോന്നി എനിക്ക് ആ നിമിഷം. കുട്ടി ഇത്രയും കഷ്ടപ്പെട്ടും ജീവിച്ചൊരു പെൺകുട്ടി ഇതുപോലൊരു ഉയരത്തിലെത്തുക എന്ന് പറയുന്നത് ഭയങ്കര അതിശയം തോന്നുന്ന തരത്തിൽ, എന്നെ കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ആളുടെ തലവര മാറി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവത്തിലേക്ക് ആ കുട്ടി മാറി. എന്തായാലും ബോച്ചയ്ക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ. ഇതുപോലുള്ളൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് തൻ്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ കാണിച്ച മഹാമനസ്കതയ്ക്ക് ഒരുപാട് നന്ദി. എന്തായാലും നല്ല പ്രതിഫലങ്ങളൊക്കെ കിട്ടി, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അവൾ ജസ്റ്റ് ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. മാലയൊക്കെ വിറ്റ് അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ അവളെക്കുറിച്ച് അവളുടെ വീടും സാഹചര്യങ്ങളെയൊക്കെ കുറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. പെങ്കൊച്ച് ഒരു സാധാരണ വീട്ടിലത്തെയാണ്. അവിടെ പാത്രമൊക്കെ കഴുകി, നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ചെയ്യല്ലോ, നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കി പെറുക്കി മുറ്റത്തൊക്കെ കൊണ്ടുപോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്ന പോലെയൊക്കെ വെച്ച്. അപ്പോൾ അവളിങ്ങനെ അങ്ങനെ ഇരുന്ന പെൺകുട്ടിയാണ് ഒരു സാധാരണ രീതിയിൽ. അപ്പൻ്റെ അമ്മയുടെ ഒപ്പം കച്ചവടത്തിന് പോവും. അതിനുശേഷം ഇപ്പോൾ നോക്കിയേ, ഒരു തലവര തന്നെ മാറി. അവർ കേരളത്തിലേക്ക് വരാൻ വേണ്ടി എയർപോർട്ടിലെത്തിയപ്പോൾ അവിടുന്ന് പേരൻസും അവിടുന്ന് അവരുടെ ആൾക്കാരൊക്കെ ചേർന്ന് അവളെ യാത്രയാക്കുന്നൊരു വീഡിയോ ആണത്. എത്ര സുന്ദര നിമിഷങ്ങളാണല്ലേ. അവരുടെ പേരൻസിന് അഭിമാനം, സഹോദരങ്ങൾക്കും അഭിമാനം, നാടിന് തന്നെ അഭിമാനമായി മാറി. ജസ്റ്റ് എന്നെ കണ്ണി വയ്ക്കുന്ന നേരം കൊണ്ട് ആ കുഞ്ഞിൻ്റെ വിധി തന്നെ ദൈവം മാറ്റി എന്ന് പറയാം. ഒത്തിരി ഞാൻ ദൈവത്തിന് വരെ ഒരുപാട് നന്ദി പറയാം. അതുപോലൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ദൈവം മാറ്റിയല്ലോ എന്നോർത്ത്. എന്തായാലും കേരളത്തിൽ നല്ല അടിപൊളി സ്വീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ബോച്ച ലൈവിൽ അവരോട് സംസാരിക്കുന്നുണ്ട്. അവൾ ഒരുങ്ങി എയർപോർട്ടിൽ വന്നപ്പോഴേ ബോച്ച അവരോട് സംസാരിക്കണം, അതുകൂടെ കണ്ടു നോക്കി. അത് കിടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പെൺകൊച്ചിൻ്റെ ഒരു ഇൻട്രാക്ഷൻ, ഒരു എളിമ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, പാവം തോന്നുന്നു അങ്ങ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാവേ. कैसे हो? पूरा दुनिया इंतजार कर रहे आपके लिए. अरे मलयालम बोलता है क्या? अरे आपको मूवी में हीरोइन बन जाएगा.
सब ठीक है ना? अभी एयरपोर्ट जा रहे हैं क्या? അപ്പോൾ ബോച്ച വിളിച്ചിട്ട് പറയാം നീ ഇനി മൂവിയിലൊക്കെ ഇനി ഹീറോയിൻ ആവുന്നു. അത് ഒരുപക്ഷെ വളരെ സത്യസന്ധമായ കാര്യമായിരിക്കാം. കാരണം ബോച്ച ഇങ്ങനെ ഒരു അവസരം കൊടുത്ത് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ ആ കുട്ടി വന്നു ഒരു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ള ആൾക്കാരും ആ കൊച്ചിനെ ഉദ്ഘാടനത്തിനൊക്കെ ക്ഷണിക്കും. അപ്പോൾ അവളുടെ പേര് ഒന്നുകൂടെ ഫേമസ് ആയി കഴിയുമ്പോൾ തീർച്ചയായും അവളും സിനിമയിലൊക്കെ എത്തും. അതിനുള്ള സൗന്ദര്യമൊക്കെ അതിനുണ്ട്. ഇല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ ഇവിടെ കാണുന്ന സാധാരണ നടിമാരെക്കാട്ടി സൗന്ദര്യമുണ്ട്. ട്രാൻസ്ഫോർമേഷൻ കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ആ കുട്ടി ആ വീഡിയോ കോൾ വിളിക്കുമ്പോൾ തന്നെ അത് എത്ര സുന്ദരിയായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നതൊക്കെ. അപ്പോൾ നല്ല ചാൻസ് ഒക്കെ കിട്ടട്ടെ, ജീവിതത്തിൽ സിനിമയിലൊക്കെ അവസരം കിട്ടട്ടെ, നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് പറ്റട്ടെ. അതോടൊപ്പം കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും ഒത്തിരിയും പേരവിടെ വരും. കോഴിക്കോട് എന്തായാലും ഇളകിയിരിക്കുകയാണ്. കാരണം മൊണാലിസ വരുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഈ വീഡിയോയിലും ഫോട്ടോയിലും കണ്ട ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും. എന്നാൽ നേരിട്ട് കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട്. മനസ്സിലാക്കുന്നത് എന്താണെന്നറിയുമോ? ഈ ഹണി റോസും ആനൊക്കെ വരുന്നതിനൊക്കെ കൂടുതൽ ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവുന്നതാണ്. ആൾക്കാർക്ക് അവരെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും. അവള് നേരിട്ട് കാണാൻ എങ്ങനെ ഇരിക്കും, അവളുടെ സംസാരം എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഒരുപാട് ജനങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മൊണാലിസേനെ കാണാനായിട്ട്. ഈ വാലന്റൈൻ ദിനത്തിൽ നല്ലൊരു അടിപൊളി ഇവൻ്റാണ് ഇപ്പം ബോച്ച ഒരുക്കിയിരിക്കുന്നത്. ഈ ദിവസത്തിൽ തന്നെ ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരുപാട് കമിതാക്കളും സുഹൃത്തുക്കളും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. പ്രപ്പോസ് ചെയ്യാവുന്നുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഒരു ഇവൻറ്റ് അടിപൊളിയായി മാറും. കുട്ടിക്ക് അവസരം കൊടുത്ത ബോച്ചയ്ക്ക് ഒരുപാട് നന്ദി. നല്ല നല്ല അവസരങ്ങൾ ഇനി ആ പെൺകുട്ടിക്ക് കിട്ടട്ടെ. ഇതുപോലുള്ള മറ്റു മാണിക്യങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലുമുണ്ട് ആരും കാണാതെ മറഞ്ഞു കിടക്കുന്ന മാണിക്യങ്ങൾ. അതുപോലുള്ളവരെയൊക്കെ ഒരു കൈത്താങ്ങ് കൊടുത്താൽ അവർക്കൊക്കെ ഒന്ന് പൊങ്ങി വരാനും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ പ്രാപിക്കാനൊക്കെ സഹായിക്കും. അതിന് ജ്വല്ലറികളും ടെക്സ്റ്റൈൽസും ഉള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.